ഹലോ മക്കളെ. സോ രണ്ടാമത്തെ ദിവസം നേരെ ഇന്ന് ഫുള്ള് ബീച്ച് വൈബാണേ. ഇന്നലെ ഒരു ബീച്ചിൽ പോയി, പക്ഷെ അന്ന് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇന്നത്തേണ് പവർ. ഇങ്ങോട്ടാ അക്കോമഡേഷനിൽ നിന്നു വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഇവന് മാത്രമേ ചൂടുള്ളൂ, ഞാൻ ചിലപ്പോൾ അത് മുടി കിടന്നു. എന്തിനാ സി നല്ല കൊതുകുണ്ട്, ചൂടുണ്ട്, ചുമറ. അപ്പം എന്താ അടുത്ത് ഫസ്റ്റ് അമ്പലമുണ്ട്, മഹാബലേശ്വർ ടെമ്പിൾ. ഇന്ത്യൻ ഇതിൽ ഒരു വൺ ഓഫ് ദ മേജർ ടെമ്പിൾ. അവിടെ പോകുന്നു, ശിവൻ്റെ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ടാണ് തുടക്കം. എന്നിട്ട് ബീച്ചുകളായിട്ട് തുടങ്ങാം. ഏതൊക്കെ ബീച്ചാണ് ആദ്യം പോട്ടെ, ഇപ്പോഴേ പറഞ്ഞിട്ട് പോകാതിരുന്ന മോശമല്ലേ. നിങ്ങൾക്ക് ഇന്നലെ സ്ഥലമൊന്നും കാണിച്ചു തന്നില്ലല്ലേ. ഇതാണ് ഗോകർണെ പോണ വഴി. ഷട്ടൊക്കെ തുറന്ന് കിട്ടിയിരുന്നില്ല ഏട്ടാ, സ്പീക്കറൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. സ്ട്രീറ്റ് മൊത്തം ഭയങ്കര വൃത്തിയാട്ടോ, ഭയങ്കര വൃത്തി എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തി. സ്ട്രീറ്റ് മാത്രമല്ല, ഇവിടെ ഉള്ള ആൾക്കാരും എല്ലാവരും. കാരണം ഇന്നലെ നമ്മൾ നല്ല നൈറ്റിലാണ് കയറിക്കണം റൂമിലിട്ട് വന്നേ. അപ്പോൾ പോണ വഴി നോക്കിയപ്പോൾ ഇവരെല്ലാം വൃത്തിയാക്കി. അതുമല്ല ഇവിടെ ചില ഷോപ്പിലൊക്കെ ആണെങ്കിൽ വെള്ളം കൊടുക്കേ, മറ്റേ കുടത്തിൽ വെള്ളം കൊടുക്കും. അവരാണെങ്കിൽ ആ രാത്രി വെള്ളം തുറന്നു വിട്ടിട്ട് നാളത്തേക്ക് വേറെ റീഫില്ല് ചെയ്തില്ല, പക്ഷെ കുടത്തിലെ വെള്ളം കളയുന്നു. എന്നുവെച്ചാൽ മൊത്തം നല്ല ഹൈജീനിക്. അതുപോലെ റോഡൊക്കെ ഭയങ്കര ഇതാണ്. ഞാൻ കാണിച്ചില്ല കണ്ട, ഇവിടെ ആകെ കുറേ എല്ലായിടും പശുകൾ മാത്രമുണ്ട്. അതർവൈസ് സ്ട്രീറ്റ് വൻ പൊളിയാണ്. എന്താണ് എന്താ സംഭവം കൊള്ളാം കേട്ടോ. ചെറുക്കം കൊണ്ടാണ് എൻ്റെ ബാഗാണ്, അവൻ്റെ ബാഗ് റൂമിൽ വെച്ചു. അവർ ചെറിയ ബാഗും കൊണ്ടാണല്ലോ വന്നേ, കണ്ടില്ലേ ഇന്നലെ ഒരു നീല ബാഗ്. നമ്മൾ വലിയ ബാഗ് കൊണ്ടുവന്നുകൊണ്ട് അളി അത് ചോദിച്ചു നടക്കും. ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതിവിടുത്തെ ഒന്നോ മെയിൻ ബീച്ചെന്നാണ് എഴുതിയിരുന്നത്. ഒരു ഗമ്മില്ല, അത്യാവശ്യം ഗമ്മുണ്ട് കേട്ടോ. ഒട്ടകോപ്പുണ്ട്, ഉണ്ടോ ഒട്ടകമൊക്കെ പോകണം. അവളിങ്ങനെ സോ ബീച്ചിൽ പോയി. ഇവിടെ ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് ബലിതർപ്പണം അങ്ങനെ ഇതൊക്കെയുള്ള ഇവിടെ വലുതായിട്ട് അങ്ങനെ ആരും കുളിക്കുന്നൊന്നുമില്ല. നമുക്ക് ശേരിക്കള ബീച്ചിൽ പോകും, കടൽ ബീച്ച്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്, ട്രക്ക് ചെയ്യണം. സോ നടക്കാൻ തുടങ്ങി 1.5 മിനിറ്റോ 6 മിനിറ്റോ എടുക്കും. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി പോണ വഴി നോക്കാം. സോ പട്ടി നടത്തം ബിഗിൻസ്. ഇത് കണ്ട നല്ല വെയിലുണ്ട്, അതാ ഞാൻ ഇങ്ങനെ ഗ്ലോ. ഇവിടെയൊക്കെ ഡോർമെട്രിക്ക് റേറ്റ് കുറവാ. നല്ല രസമുണ്ടല്ലേ, നടക്കാൻ നല്ല രസമുണ്ട്. എത്ര മീറ്റർ ആടാ? 1/2 കിലോമീറ്റർ ആയാ? എത്ര? വാവ്, ഇനി 4.3 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഫ്രണ്ട് കാണിച്ചത് കണ്ട, ഇങ്ങനെ ഇരിക്കും. ഈ മല ഏറ്റം കയറി ഇറങ്ങി അങ്ങ് പോകണം കടൽ ബീച്ച്. കാറ്റസൊക്കെ ഉണ്ടാ, മറ്റേ കള്ളിമുൾച്ചെടി കാണുന്നില്ലല്ലേ? കാണിച്ചേരാം, നിങ്ങൾക്ക് കാണിച്ചല്ലേ ചേട്ടാ ഇതൊക്കെ മേടിച്ച്. ആണ് കള്ളിമുൾച്ചെടി. ഇതൊക്കെ കുറ്റിച്ചെടികൾ, വെയിലുള്ളിടത്ത് കാണപ്പെടും. മക്കളെ, ചേട്ടൻ ഒന്ന് ചിരിഞ്ഞ് നോക്കും, കണ്ടതാ, നിങ്ങളും കാണും. അതാ ബീച്ച്, ബീച്ചിന് ചുറ്റുമുള്ള മലകൾ. ഇത് വെസ്റ്റിംഗ് ഗാർഡ്സിൻ്റെ ലോണോ? ഉല്ലാസപ്പൂത്തിരി അതെന്താ പറന്നു വരാട്ടാ. എന്നാ ദൂരം നടക്കാനുണ്ടെന്നറിയാമോ? ഇപ്പം നടന്നു വന്നില്ലേ, എന്നെ കാണിച്ചില്ലേ? അതുപോലെ ഇനിയും ഉണ്ട് 2.7. കുട്ടികളെ, ഇപ്പം ഇങ്ങനെ നടന്ന് ഇത് ഈ വഴിയാണ് പോവേണ്ടേ. ഇത് ഇവൻ പറഞ്ഞ് ഒരു ഷോർട്ട് കട്ടാണ്, അതോ അവ അങ്ങ് പോവാ. അതോ ഇരിക്കണോ. അപ്പോൾ ഈ വഴി പോയാൽ നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ കാണാം. നടന്നാന്ന് പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. നമ്മളൊരു ഫുള്ളൊരു ചുറ്റി പോകണം. ആ ചുറ്റിന് വരെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ വഴിയുണ്ടോ? പോയല്ലേ. ഇതാ ഇവിടെ ആരൊക്കെയോ നടന്നിട്ടുണ്ട് കേട്ടോ. ഹ്യൂമൻസ് അല്ലേ, എക്സ്പ്ലോറേഷൻ ആണല്ലോ അവർ മെയിൻ. അപ്പം ഞാനും അളിയൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പം എത്ര കിലോമീറ്റർ ലാഭിക്കാം? 1/2 കിലോമീറ്റർ ലാഭിക്കാമോ? 1/2 കിലോമീറ്റർ ലാഭിക്കാമെന്നാണ് പറയണേ.
1 കിലോമീറ്റർ എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ചേട്ടൻ്റെ കോലം കണ്ടോ മക്കൾ? കാണിച്ചു തരാം. ഇതേക്കാണ്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ചത്തു മക്കളെ, ചത്തു. അമ്മേ ഷോർട്ട് കട്ട് തന്നെടാ. മുകളിലൊരു കാർ പോയേട്ടാ. ഇതാണ്ട ഓട്ടോ വേണ്ട. അല്ല ഇപ്പോൾ ഒരു ചുറ്റി വേണ്ടേ തന്നെ. ഞാനേ പിന്നെ പറഞ്ഞ വഴി, അയ്യോ കരിയില്ല മയില്. പറഞ്ഞ വഴി ബീച്ച് കാണാമായിരുന്നു. ഇപ്പോഴും കാണാം. ഞാൻ കാണിച്ചു തരാം. ഇതോ ആ നീല കാണുന്നതൊക്കെ ബീച്ചാണ്. കണ്ട. ഓക്കെ, അടുത്ത ഇതേപോലെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ആണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് തരാം. വയ്യടാ. ആളെ എന്താ ഇരിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാ സീ വ്യൂ. ഓക്കെ, കുറച്ച് റെസ്റ്റ് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് പോകാം. മക്കളെ, അതാണ് ബീച്ച്. ഫോർ ദ സജഷൻ ഓഫ് ഡോണ്ട് വാക്ക്. നടക്കരുതേ. മെയിൻ ബീച്ചിൽ നിങ്ങൾക്ക് നടന്ന് വരരുതേ. 5 കിലോമീറ്റർ വെയിലും കൊണ്ട് കരിഞ്ഞ് നടക്കാനും വയ്യ. ചേട്ടൻ ആദ്യം സംസാരിച്ച പോലെയാണോ സംസാരിക്കുന്നേ? സൗന്ദര്യമൊക്കെ പോയില്ലേ? സൺസ്ക്രീനൊക്കെ ആവിയായെന്ന് തോന്നുന്നു. ഒരുത്തൻ പറഞ്ഞു അടിപ്പണി. ആകെ 2 പേരുണ്ട് നടന്ന് കാണാൻ. അയ്യോ അപ്പം പോയേനെ. ഇല്ല, നമ്മൾ 2 പേര് മാത്രമുണ്ട് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരെ. സമ്മതിക്കണം കേട്ടോ നമ്മളെ 2 പേര്. ഓ ചത്തി ഞാൻ. ഞാൻ ഫ്രണ്ടിൽ ബീച്ച് ഉണ്ടായിരുന്നല്ലോ. ഫ്രണ്ടിൽ ഒരു മല വീണ്ടും. റൈറ്റാണ് അറിയുമല്ലേ? റൈറ്റാ. അപ്പോഴേ ഹോണടി. ഈ കഴിവേറ മക്കൾ വണ്ടിയും കൊണ്ടുവന്നിട്ട് ഹോണടി തന്നെ. പപ്പയുടെ വഴിയാ ആണെന്ന്. അപ്പം ബീച്ചിൽ പോയിട്ട് ബാക്കി പറയാം. വയ്യ, തളർന്ന്. ഇതോ 2 പേര് നടക്കുന്നു. വാട്ട് എ മിറാക്കിൾ. അവന്മാരെ വണ്ടി പിറകെ കാണും. അവന്മാരെ കണ്ടറിയാം നടക്കണ കൂട്ടത്തിലല്ലെന്ന്. ഞാനും തുടക്കത്തിൽ ഇങ്ങനെ ഇരുന്ന് കാണാൻ. അവന്മാർ നടക്കത്തൊന്നുമില്ല. ആദ്യം നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം വെയിൽ വിട്ടതാ കണ്ടില്ല. റൈസ്, ഫ്രൈഡ് റൈസ്. ബീച്ച് തോ അവിടെ. ഒരു കാര്യം ചെയ്യാം, കടലിൽ പോയിട്ട് അവിടെ നിന്ന് പോവാം. ഇപ്പോൾ നമ്മളെല്ലായിടവും കാണുന്ന പോലെ ഈ ബീച്ചിലും പോകണമെങ്കിൽ പടികൾ ഇറങ്ങണം. തണലിപ്പോഴാണ് കണ്ടേ. പറഞ്ഞാൽ 2 സൈഡും മരമുണ്ട്. പക്ഷെ നമ്മൾ പോകണം അവിടെ. ആ റോഡിൻ്റെ നടുക്കും മരവും ഇല്ല, മൊട്ടം വെയിലും. എന്തൊക്കെ കളിമാർ പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താഴെത്തിന് കാണിച്ചു തരാം. ദേ നടന്ന് അല്ലാസ് ബീച്ചിൻ്റെ അവിടെ എത്തി. അയ്യോ അവിടെ എത്തിയില്ല. ഇനിയും കുറച്ചും കൂടെ നടക്കമുണ്ട്. ഒരു വ്യൂ കണ്ടപ്പം കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ചായക്കടയിൽ സോഡ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ദേ ഇതാട്ടാ ബീച്ച്. സംഭവം കൊള്ളാം. കടൽ ബീച്ച്. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പക്ഷെ ഓം ബീച്ചിലെ മണലേ കൂടുതൽ. മീൻസ് ദാറ്റ്സ് ബീച്ച് ഫോർ ബാത്തിങ്. ഐ തിങ്ക് സോ. ചില്ലിങ്. ബട്ട് അതിന് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഇറങ്ങണം. ടോട്ടൽ വി ഹാവ് ടു കവർ 7 kilometers return. Do you think is that possible for us? I don't think so. But we can. Why yeah. ചേട്ടൻ എന്താ ഫോണും കൊണ്ട് പോവേണേ. ഫോണ് പോയാൽ പോയി. ഓക്കെ, ഒള്ളി അഡ്വഞ്ചറസ്. തിരിച്ചതാ ഓട്ടോയിലാണ് പോണേ. 5 കിലോമീറ്റർ. അങ്ങോട്ട് വലിയ ഷോയും കാണിച്ച് ഇവിടെ നടന്നേ. അങ്ങോട്ട് നടന്ന പട്ടിയാവും. വയ്യേരി ഒരിക്കലും നടക്കരുതേ. ഇത് കണ്ട അതൊന്നുമില്ല. അത് വിളിച്ച ശത്രു പറഞ്ഞു തന്നത്. ഈ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് നടന്ന് വന്നേ. അവിടെ 200 രൂപ മേടിച്ചു. അവിടെ വരുത്തേക്ക് 200 രൂപയാണ്. പിന്നെ ഏത് ബീച്ചാണ് നമ്മൾ? കടൽ ബീച്ച്. കടൽ ബീച്ചാണെങ്കിൽ അത്ര കാണാൻ
കാണാനുണ്ട്, കുളിക്കാനുണ്ട്, പക്ഷെ വലിയ ആളില്ലായിരുന്നു. ആഴമില്ല, കുറേ ദൂരം നടക്കാനുണ്ട്. പിന്നെ തിരയൊക്കെ നല്ലപോലെ ഉണ്ട്. നമ്മൾ നട്ടുച്ചയ്ക്കാണ് പോയി കുളിക്കുക, അതാ വിഷയം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ വല്ലോ വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ അപ്പോൾ വരാം. ഓക്കെ, മുടിയെ കണ്ണി വീണൊന്ന് കണ്ടുവിടാം. അതുകൊണ്ടാണ് ഇത് കണ്ട കുളമോ എന്നാവളിയോ കുളം എന്ന് പറയും. വലിയ കുളം വരുന്നത്. നമ്മളിതാ ഇപ്പം എത്താറായിട്ടാ. ഭയങ്കര ഷേക്കിങ്. അയ്യോ, ഹോട്ടലിലിരുന്ന് മക്കളെ ചത്തുവേനെ. ഇതാ നേരത്തെ പറഞ്ഞേ, വേറെ ഒന്നും പറയല്ലേ നേട്ടാ. അവസ്ഥ ഇതേ പറയാനുള്ളൂ. അളിയും പിന്നെ നല്ല സ്കിൽ ഡ്രൈവറാട്ടോ. അടിച്ച് കറക്കി ഇതോ ഓടിച്ച് എൻ്റെ അമ്മീത വളച്ചെടുത്ത് ഒരു പെണ്ണ്. ഒരു വഴി കാണിച്ചിരാം. കണ്ട ഇത് എന്തുവാ, ഇത് റോഡല്ലേ? സബ്വേ ആയിരിക്കും അല്ലേ? കണ്ട, കർണാടകയിലെ സബ്വേ. അപ്പം ഈ വഴി നേരെ നടന്ന റെയിൽവേ സ്റ്റേഷൻ എത്തുമെന്നാണ് കണ്ടക്ടർ സാർ പറഞ്ഞത്. കണ്ടക്ടറല്ല, പെണ്ണാ പറഞ്ഞേ. ഫ്രണ്ടിൽ നിന്ന് വരുത്തി പോളേ ആളാ പറഞ്ഞേ. നമുക്ക് ബോർഡും പുല്ലെന്ന് വായിക്കാറുണ്ട്. ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് എഴുത്തിലൂടെ ഫുള്ള് ഉദ്ദേശിക്കണേ. എന്നിട്ടും പിന്നെ നമുക്ക് വായുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകും. ഇന്നും അങ്ങനെ തന്നെ. ഇയാൾ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് റഷ് ഉണ്ടായിരുന്നേ. ആദ്യം കയറിയപ്പോഴേ എല്ലാവരെയും ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ആളെയും ബസ് എടുത്തത്. എന്നിട്ട് കുറച്ചും കൂടെ പോയപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നു. അപ്പം പുള്ളി അവിടെ വീണ്ടും ബസ് പിടിച്ചിട്ട് എല്ലാവരും ടിക്കറ്റ് മേടിച്ച് ചില്ലറ ഇല്ലാത്തവന്മാരെയൊക്കെ പിടിച്ചിട്ടുണ്ട് ആട്ടുപാട്ടി നീങ്ങിയില്ലടാ മാറിയില്ലടാ. അവൻ്റെ സ്ലാങ്ങും മാനർസത്തിലൊക്കെ വെച്ചിട്ട് എന്താണ് പറഞ്ഞത് മനസ്സിലാക്കി. എന്നിട്ട് എല്ലാവരെയും ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് അളിയും വണ്ടി എടുത്തത്. അങ്ങനെ ആയിരിക്കണം ടിക്കറ്റ് എടുക്കേണ്ടത് എന്നാണ് ഇവിടെ ഉള്ളവർ പറയണേ. പക്ഷേ ഇന്ന് പിന്നെ ബസ്സിൽ ഒരുത്തന്നെ കുപ്പിയും പാട്ടയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ ഞാൻ ഇരുന്ന ഒരു രണ്ട് കർണാടകക്കാരൻ വരാം. അവ ഇരുന്നിടത്ത് ഞാൻ ഇരുന്നിടത്ത് രണ്ടിടത്തായിരുന്നു. രണ്ടിടത്തും അളിയാ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിച്ചു. അവൾ ഇരി, അത്രയേ ഉള്ളൂ. ഇന്നലെ ആണെങ്കിൽ അവൾ അമ്മച്ചിയാർ കുപ്പിയും പാട്ടയൊക്കെ പറക്കി ഇടുമായിരുന്നു. ഇതേതാണ്ടാ അവിടെ പറഞ്ഞ വഴി ഒരു മാവുണ്ടായിരുന്നു. വീട് അവിടെ ഒരുപാട് വീടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കണ്ടുകൂടാ. നിങ്ങൾ വ്യൂ നോക്ക്, കുറച്ചും കൂടെ നടക്കുമ്പോൾ അവിടെ മരങ്ങൾ കുറേ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. കണ്ടോ, സൂം ചെയ്യണേ. കണ്ടോ വീടുകളുണ്ടോ? അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ ഇവിടെ ഇങ്ങനെ വരുമ്പം അവിടെ ഒരു മാവ് കണ്ടോ? ഇതാണ്ടോ, അവിടെ നിന്നാണ് ഈ മാങ്ങ പറിച്ചത്. എങ്ങനെയുണ്ട്? സെറ്റ് മാങ്ങ. ഈ കഴിവേറോടെ പറഞ്ഞു അവന് ജാട. പക്ഷെ നമ്മൾ വിടുമോ? നമുക്ക് തിന്നണോ പറയാം. പറിക്കും തിന്നും. നല്ല പുളിയുള്ള സാധനം. അതെ, ഗോകർണ മെയിൻ ബീച്ചിൽ നിന്നാണ് നമ്മൾ ബസ് കയറിയേ. ഇവിടെ 10 കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ. 10 കിലോമീറ്റർ വേണ്ടിയതായപ്പം 1 കിലോ അല്ല. എന്നിട്ട് അവന്മാരൊരു സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഗോകർണ റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ്. ആ സ്റ്റോപ്പ് ചെയ്തിപ്പോൾ 1 കിലോമീറ്റർ കഴിഞ്ഞു. അതാ ഈ ഓട്ടോയൊക്കെ പോകണ കാണപ്പോഴേ അറിയാം. നല്ല സമയം എടുക്കും. കുറച്ച് ഉപ്പും കൂടെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു. ഇതിനാണ് സൺ കിസ്ഡ് എന്ന് പറയണേ. അതാണ് സൺ, എന്നെയാണ് കിസ് ചെയ്ത. മാങ്ങ ചെയ്തിട്ട് കാണാം. മാങ്ങന്ന് ഇതാ ഗോകർണ സ്റ്റേഷൻ കാണിച്ചിരാം. നോക്കൂ, അതാ ഗോകർണ സ്റ്റേഷൻ. അതിലേ കയറിയാൽ മതി. 2 അളിയന്മാർ അതിലാണ് നടന്നു പോയത് കേട്ടോ. പക്ഷേ നമുക്കിങ്ങനെ റൗണ്ട് അടിച്ചു പോകും. കാരണം നമ്മളെ വഴി നടത്തിച്ചതോ അവർക്ക് വേണ്ടി, ഈ കാൺസാരയ്ക്ക് വേണ്ടി. സലാറിൻ്റെ ടൂൺ അങ്ങനെയല്ലല്ലോ. ഈ കിണർ കണ്ടാലറിയാം ഇതിൽ വെള്ളം ഉണ്ടെന്ന്. പക്ഷെ വെള്ളം കാണും. നോസ് ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. നിലാവുള്ള രാത്രി ഇങ്ങനെ ചിന്തിച്ചിരിക്കാമല്ലോ. ട്രെയിനിൻ്റെ മുഴക്കമില്ല ഇത്. കാഹളം മുഴങ്ങുന്നു. ഓവറൊന്നുമില്ല. ഹലോ, കറുത്തു പോയില്ലേ ഞാൻ? ഈ ലൈറ്റിന് തുമ്പത്തായോണ്ട് കേട്ടോ. പറയാൻ വന്നതെന്ന് വെച്ചാൽ കർവാറിലെത്തി. കർവാർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടെയാണ് ഒരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ല. ഇവിടുന്ന് കർവാർ സിറ്റി വരെ പോകണം. 5.9 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി ഫുഡും കഴിച്ച് ഇപ്പം 8 മണി. അളയെ ഒരുത്തനോട് ഒരു അപ്പൂപ്പനോട് ചോദിച്ചാൽ ഇതോടെ അപ്പൂപ്പൻ നിൽപ്പുണ്ട്. അതെ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞാൽ 2 മണി വരെ ബസ്സുണ്ടെന്നാണ്. അപ്പം അങ്ങോട്ട് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു, 10 ട്രെയിനായിരുന്നു പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇതിൻ്റെ ഇടയിൽ ബസ് കിട്ടണം.
അതാ ടാസ്ക്. അപ്പോൾ ഇന്നത്തോടു കൂടി എല്ലാം കഴിയുകയാണ് ഗൈസ്. തിരിച്ച് നമ്മൾ പോവാം. ബൈ.